ഇന്ന് ഞാനും നമ്മുടെ പൊന്നൂട്ടിയും കൂടി ഒരു അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും രാവിലെ കുളിച്ചൊരുങ്ങി ഇന്ന് പോകുന്നത് നമ്മുടെ ആലപ്പുഴയിൽ മാവേലിക്കരയിലുള്ള ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും രാവിലെ ഒരുങ്ങി അങ്ങോട്ട് പോവുകയാണ്. അമ്മയും കൊണ്ട് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ആദ്യം അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് അവിടെ ദേവിയുടെ തൃപ്പൂത്താണ്. ഞങ്ങൾ ചെന്നപ്പോഴേ അമ്പലത്തിൽ ആറാട്ട് തുടങ്ങിയിരുന്നു. അപ്പം എന്തായാലും രണ്ടാമത്തെ വട്ടമാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത് അവിടെ. ഇങ്ങനെ ഞങ്ങൾ അമ്പലത്തോട്ട് ചെന്നു, എല്ലാം കണ്ടു. അപ്പോൾ ആറാട്ട് തുടങ്ങിയിരുന്നു. അപ്പം കുറേ പേരുണ്ട്. പിന്നെ അവിടുന്ന് ഞങ്ങളും ഒരു താലമൊക്കെ വാങ്ങിച്ച് അവരോടൊപ്പം കൂടി. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ താലം എടുക്കാൻ. അപ്പം ഇത് പറയുന്നത് വെച്ചാൽ അവിടുത്തെ ദേവിയുടെ എന്ന് വെച്ചാൽ ഒരു ഫെമിനിൻ പവറിനെ ആഘോഷമാക്കുന്ന ഒരു കാര്യമാണ്. സാധാരണ ക്ഷേത്രങ്ങളിൽ ഈ സമയങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചടങ്ങ് കണ്ടു കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇത് ഭയങ്കര വ്യത്യസ്തമായിരുന്നു. അപ്പോൾ അവിടുത്തെ വെള്ളപ്പട്ടിനകത്ത് ചുവന്ന കറ കാണുന്നതും അതേ തുടങ്ങി ദേവി ഇതേപോലെ പീരീഡ്സ് ആയി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് അറിഞ്ഞ് 4-മത്തെ ദിവസമാണ് ഈ ആറാട്ട് നടക്കുന്നത്. അപ്പം ഇത് കൃത്യമാണെന്ന് അറിയത്തില്ല, ഞാൻ കേട്ടറിഞ്ഞതാണ്. അവിടെ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു 4 ആനയുടെ പുറത്തായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം രാവിലെ 6:30 ആറാട്ട് കഴിഞ്ഞ് മഹാദേവനും പാർവതി ദേവിയും എല്ലാ ആനപ്പുറത്ത് തിടം പേറി വരുന്ന കാഴ്ചയായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവരും തിരിഞ്ഞു നിന്ന് താലം ആ തിടമ്പിനെ ഒഴിഞ്ഞും പ്രാർത്ഥിച്ചും ഒക്കെ ഏകദേശം അമ്പലത്തിൽ വരുന്ന താലം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അമ്പലത്തിനൊക്കെ വലം വെച്ചു വന്നു. അതിനുശേഷം ഇതേപോലെ ആനക്കൊട്ടലിൽ ആണെന്ന് തോന്നുന്നു ഇവിടെ വന്നിങ്ങനെ എല്ലാ ഗജവീരന്മാരും പിടിയാനകളും ഉണ്ടായിരുന്നു. എല്ലാവരും നിരന്ന് നിന്നു. അപ്പോൾ ആ കാഴ്ചയാണത്. ഭയങ്കര ഭംഗിയായിരുന്നു സത്യത്തിൽ. പിന്നെ കണ്ടോ, നല്ല ഭംഗിയായിരുന്നു. പക്ഷേ ആനക്കൊട്ടലിൽ കൊണ്ടുവന്നിട്ട് പിന്നീട് അവിടെ ഉള്ളവർ ആൾക്കാരനുസരിച്ച് പറയിടും. നെൽപ്പറയും മഞ്ഞൾപ്പറയും ഉണ്ടായിരുന്നു. ഇങ്ങനെ പറയൊക്കെ ഇട്ട് പൊന്നു കാലം കൊടുക്കുകയാണ്. പറയൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും വലം വെച്ചിട്ട് ദേവിയെ അമ്പലത്തിൻ്റെ അകത്തേക്ക്